പൈക്കയിൽ കാറ് കത്തിച്ച സംഭവം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പം എന്തായിരുന്നു നിങ്ങളും കാറ് കത്തിച്ച വ്യക്തിയുമായിട്ടുള്ള ബന്ധം? ഞാൻ പടുപ്പിൽ ഒരു 5 വർഷം മുമ്പ് ജോലി ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ കൊറോണ കാലത്തിൻ്റെ ശേഷമുള്ള ഡ്യൂട്ടിയിലാണ് അവിടെ കയറുന്നത് ഫസ്റ്റ്. അങ്ങനെ അവിടെ ഒരു 5 മാസത്തോളം ഞാൻ നിന്നതിൻ്റെ ശേഷം ഇയാൾ അവിടെ മുഅദ്ദിനായിട്ട് കാസർഗോഡ് നിന്ന് നമ്മളെ മാലിക്കിനാർ ഖത്തീബ് ഉസ്താദ് പറഞ്ഞു വിട്ടതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ വരികയും അവിടുത്തെ കമ്മിറ്റി മുഖാന്തരം ജോലി ഏൽക്കുകയും ചെയ്തു. അങ്ങനെ ജോലി കഴിഞ്ഞപ്പോൾ അവിടെ അന്ന് ഞങ്ങൾക്ക് താമസ സൗകര്യങ്ങളൊക്കെ പുറത്താണ്. അതൊക്കെ കമ്മിറ്റിയോട് ഭയങ്കര ഇതിൽ ആവശ്യപ്പെട്ട് അങ്ങനെ നിന്നപ്പോൾ ഈ കമ്മിറ്റിക്കാർ അങ്ങോട്ട് തിരിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ സമസ്തൻ്റെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു അതൊക്കെ റെഡിയാണ്, ഞാൻ ആളെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് എടുക്കും, പിന്നെ MSR അല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഒരേറ്റ് സംസാരിച്ച് അവരതിന് പരിപൂർണമായിട്ട് സപ്പോർട്ടും ചെയ്ത് അവിടെ നിർത്തിയതിൻ്റെ ശേഷം എൻ്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ പല പ്രാവശ്യവും ചില വൈരാഗ്യ ബുദ്ധിയാണ് നീങ്ങുന്നതും, അതുപോലെ തന്നെ ചില വിഷയങ്ങളിലൊക്കെ നമ്മൾ പേഴ്സണൽ വിഷയങ്ങളിൽ ഇടപെടുക, നമ്മൾ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇടപെട്ടിട്ട് സംസാരിക്കുക, നമ്മളെ രഹസ്യങ്ങൾ ചോർത്തുക,